ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ ഉയർത്തിയ ശിഷ്യന്മാരുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എത്ര നിഷ്കളങ്കതയോടുകൂടി, എത്ര തീഷ്ണതയോടുകൂടി അവർ ഈശോയോട് പറയുക, ഈശോയെ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ച് തരാമോ? ഈശോയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ, ദൈവവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് കണ്ടപ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ആഴമേറിയ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഈശോയെ പോലെ ആയിരിക്കുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാനൊക്കെ സാധിക്കുമെന്ന്. വിശ്വാസം വർദ്ധിക്കേണ്ടത് തന്നെയാണ്. വർദ്ധിപ്പിച്ചു തരുന്നത് ഈ ഈശോയാണ്. നിന്നിൽ നിന്ന് അനുദിനം ഈ പ്രാർത്ഥന ഉയർന്നു, കർത്താവേ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. വെറും ഒരു പ്രാർത്ഥനയ്ക്കല്ല ഇവിടെ സ്വാധീനം. വിശ്വാസം വർദ്ധിക്കണമെന്നുള്ള പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ നിന്റെ ജീവിതം ആരിലാണോ വിശ്വാസം ഉണ്ടാകേണ്ടത്, നിന്റെ ജീവിതം ആ വ്യക്തിയോട് അനുരൂപപ്പെട്ടിരിക്കണം. ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം. ആ വ്യക്തിക്ക് കടന്നു വരാൻ തക്ക രീതിയിലായിരിക്കണം. ആ വ്യക്തിക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രമേ കർത്താവിനോട് നിനക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ. ജീവിതത്തെ ക്രമീകരിക്കാം. വിശ്വാസം വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിന്റെ കൃപാവരത്തെ ഈ വ്യക്തി നിറയട്ടെ. ഈ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, സംരക്ഷണങ്ങൾ അതെല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ